ഹലോ എവ്രിവൺ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് വാരണാസിയിൽ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പം മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അത് ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളാണ്. അങ്ങനെ തേർഡ് ഡേ രാവിലെ ഞങ്ങളിതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോഹയും ജിലേബിയുമാണ് കഴിക്കുന്നത്. നമ്മുടെ ആൻറ്റിയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്ത് തന്നത്. നാട്ടിൽ പോലും കിട്ടില്ല, കാശ് കൊടുത്താൽ കിട്ടും ഈ സാധനം. ഇവിടുത്തെ ആന്റി ഉണ്ടാക്കി തന്നതാ. തലേത് കുറച്ചധികം കറങ്ങിയത് കൊണ്ടും പിന്നെ മറ്റൊരു സാധനം ട്രൈ ചെയ്ത് നോക്കിയത് കൊണ്ടും അത്യാവശ്യം രാവിലെ എഴുന്നേക്കാൻ നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരാൾ ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല. പക്ഷെ ഇതൊന്നും അറിയാതെ തന്നെ ആൻറ്റി രാവിലെ ആയപ്പോൾ ഏകദേശം പണിയൊക്കെ ഒന്ന് ഓടി തീർത്തിട്ട് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ആൻറ്റിക്ക് ഞാൻ എൻ്റെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വ്ളോഗറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആൻറ്റി എന്നെ വീട് ഫുള്ള് കൊണ്ടു നടന്ന് കാണിച്ചു. അത് ഞാൻ മറ്റൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിടുന്നുണ്ട്. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും ആൻറ്റിയുടെ വക നമുക്ക് കോഫിയും ജിലേബിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും ആൻറ്റി ഞങ്ങൾക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന തൊട്ട് പുറകിലായിട്ട് ഇതുപോലെ മണ്ണിൻ്റെ ഗ്ലാസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉണക്കാൻ വേണ്ടി വെച്ചേക്കാണ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പതിയെ വെയിലറിയപ്പോഴത്തേക്കും നമുക്ക് പതിയെ രാംനഗർ കോട്ട, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം രാംനഗറാണ്, അവിടെ തന്നെയുള്ള രാംനഗർ കോട്ട വിസിറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനോടുകൂടി ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഉള്ളൊരു സ്പെഷ്യൽ ലസ്സി ഷോപ്പാണിത്. ഒരുപാട് തിരക്കാണ്. എപ്പോൾ ഞങ്ങൾ ഘാട്ടിലേക്കൊക്കെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഏരിയയിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നതാണ്. വാരണാസിയിൽ വന്നെന്ന മുതലേ നമ്മൾ ലസ്സി കുടിക്കാൻ എവിടെയൊക്കെ ഷോപ്പുണ്ട് അവിടെയൊക്കെ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഐറ്റായിരുന്നു. എന്തുകൊണ്ടാണ് അത്രയും ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത്രത്തോളം അടിപൊളിയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ നമ്മുടെ രാംനഗർ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു എൻട്രൻസ് ഫീസ് വരുന്നുണ്ട്. 180 ആണ് ഒരാൾക്ക് വരുന്നത്. അതിന് കംപ്ലീറ്റ് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഏരിയ കാണാനുണ്ട്. പിന്നെ നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒന്നും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. പക്ഷെ നമുക്ക് ആ ഒരു ഔട്ടർ സ്പേസും ബാക്കി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള പോർഷനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട്. ഒത്തിരി ഏരിയ ഉണ്ട് ഇത് വരുന്നത്. പക്ഷേ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇത് ഓപ്പൺ അല്ല. പിന്നെ അവിടെ കയറി ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. നല്ലൊരു സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്ന് വീണ്ടും അസീഘട്ടിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഇന്ന് ആരതി മുഴുവനായിട്ട് കാണണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അവർ ആരതി കാണാൻ കയറും. അപ്പോൾ അവരത് കഴിഞ്ഞ് വരുന്നത് വരെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് ഞങ്ങളതേ പതിയെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചു. ഓൾറെഡി ഞാനൊരു ചായ അഡിക്റ്റാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല ചായയാണ് എല്ലാ കടയിലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ഞാൻ ബനാറസി ചാട്ട് കിട്ടുന്ന ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആദ്യം ചാട്ടാണ് കഴിച്ചത്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു, പിന്നെ ഞാൻ ബാക്കി കളഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും പാനിപൂരി ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ സ്വീറ്റ് ചോദിച്ചാൽ മാത്രമാണ് അവർ നമുക്ക് സ്വീറ്റ് തരുന്നത്. സ്വീറ്റ് ഇല്ലാതെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്വീറ്റ് ആഡ് ചെയ്ത് കഴിച്ചപ്പോൾ എനിക്കത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് 2 പ്ലേറ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ആരതി അവസാനിപ്പിച്ചപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തി. അവരുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവർക്ക് എവിടെന്നോ പാനിപൂരി കഴിക്കുന്നൊരു കടയുണ്ട്, അവിടെ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അത് ട്രൈ ചെയ്തു. എൻ്റെ വയർ ഫുള്ളായതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കാൻ നിന്നില്ല. കാരണം ഇനിയും കഴിച്ച് ചിലപ്പോൾ ഞാൻ വാള വയ്ക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് ഒഴിവാക്കി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വളയും മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ്സിൽ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിറങ്ങി. അതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ നേരെ ബനാറസ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് വന്നത്. അതായത് ലങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത റിക്ഷ എടുത്തുകൊണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വേദമൊക്കെ പഠിക്കുന്ന ചെറിയ കുടുംബമൊക്കെ കിട്ടിയ ഒരുപാട് കുട്ടികൾ അവിടെ കൂടെ പോകുന്നത് കണ്ടായിരുന്നു. മാത്രമല്ല BHUവിൽ പഠിച്ച 2 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ഏരിയ ആണിത് വന്നിട്ട്. അതുകൊണ്ട് അവിടെയുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഷോപ്സിലൊക്കെ നമ്മൾ കയറി കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചായയും അതുപോലെ തന്നെ കോൾഡ് കോഫി ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെയുള്ളൊരു V2
എന്ന പേരുള്ളൊരു മോളിലാണ് കയറിയത്. നമ്മൾ നാളെ രാവിലെ ഒന്ന് ബനാറസ് ചുറ്റി കണ്ടിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കയറിയത്. അങ്ങനെ ഡ്രസ്സും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ റൊട്ടിയും പനീർ കറിയുമാണ് ഞങ്ങൾ കഴിച്ചത്. ഏകദേശം സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കഴിച്ച് ഫില്ലായതുകൊണ്ട് ജസ്റ്റ് എല്ലാവരും ഓരോ റൊട്ടി വെച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ രാത്രി കൂടി ആൻറ്റിനെ കൊണ്ട് ഫുഡ് ചെയ്യിക്കേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ബനാറസിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബാങ്ക് ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ തലേന്ന് ബാങ്ക് ട്രൈ ചെയ്തായിരുന്നു. അതിനെക്കുറിച്ചാണ് അവൾ കമൻറ്റ് ചെയ്തത്. നല്ല അടിപൊളി കിളി പോണ സാധനമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, എന്തായാലും കാണാൻ മറക്കരുത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഞങ്ങൾ പതിയെ പാക്ക് ചെയ്യുകയാണ് സാധനങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കാനുണ്ട്. നമ്മൾ ഫ്ലൈറ്റിനാണ് തിരിച്ചും വരുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ വീട്ടിലുള്ള അങ്കിൾ വന്ന് നമുക്ക് രാവിലെ പോകേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തരികയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കിടക്കണതിന് മുൻപായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടെറസിൽ പോയിരുന്നു. ഭയങ്കര വൈബാണ് അവിടെ ടെറസിൽ പോയിരിക്കാനായിട്ട്. അപ്പോൾ വന്ന അന്ന് മുതൽ നമ്മൾ പ്ലാൻ ചെയ്യണതാണ്, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി അവിടേക്ക് ഒന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴോ വന്ന് കിടന്ന് പിറ്റേന്ന് രാവിലെ ഞങ്ങളിത് 4 മണിയായപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് സുബൈ ബനാറസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 5:30 ആകുമ്പോഴത്തേക്കും മസീഘട്ടിൽ ആരതിയൊക്കെ തുടങ്ങും. ഏകദേശം ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും നേരെ നല്ലോണം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ റിക്ഷ ചേട്ടൻ നല്ല വൈബ് പാട്ടൊക്കെ വെച്ചെന്ന് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നേരത്തെ ആയതുകൊണ്ടും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടൊക്കെ തന്നെ റിക്ഷ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൗസ് ഓണർ അങ്കിളാണ് നമുക്ക് ആ ടൈമിൽ റിക്ഷയൊക്കെ റെഡിയാക്കി തന്നത്. അങ്ങനെ ഇത് ഞങ്ങൾ രാവിലെ ആരതി കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചെന്നതും ജസ്റ്റ് ഒന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒത്തിരി ലേറ്റ് ആയിട്ടില്ല. കാശി, ബനാറസ് അല്ലെങ്കിൽ വാരണാസി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ഒരു സംശയമില്ലാതെ ഞാൻ പറയും രാവിലെ കണ്ട ഈ ഒരു കാഴ്ചയാണെന്ന്. വാരണാസിയിൽ വന്ന അന്ന് മുതൽ നമ്മൾ ആരതി കാണുന്നതാണെങ്കിൽ പോലും ഇത്രത്തോളം ഫീൽ ഇതിനുണ്ടെന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. സത്യത്തിൽ ഇത് രാവിലെ കാണുമ്പോൾ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലാണ്. കാരണം വൈകിട്ട് കാണുന്ന അത്ര ക്രൗഡോ തിരക്കോ പൊടിപടലങ്ങളോ ഒച്ചപ്പാടോ ഒന്നും തന്നെ രാവിലെ ഇല്ല. വളരെ പീസ്ഫുള്ളായിട്ട് കുറച്ച് ഓഡിയൻസ് മാത്രമാണ് രാവിലെ ഉള്ളത്. അതുമാത്രമല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഗംഗേനെ കാണാൻ സാധിക്കും. ഇത് ശരിക്കും കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് ആ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആരതി നടക്കുന്ന സമയത്താണെങ്കിൽ റേറ്റ് കുറച്ചുകൂടി കുറവാണ്. ആരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതുപോലെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ റേറ്റ് അവർ പറയുന്നതാണ്. ചെറിയ രീതിക്ക് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ നമുക്കത് നമ്മുടെ റേറ്റിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ചെറിയ ബോട്ടാണ് ഞങ്ങൾ എടുത്തത്. കാരണം നമുക്ക് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പാകത്തിനുള്ളൊരു ബോട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. സത്യത്തിൽ ഈ ഘാട്ടുകൾക്കെല്ലാം ഓരോ സമയത്തും ഓരോ മുഖമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബോട്ടിംഗ് യാത്രയ്ക്കിടയിൽ ഇത് കാണുമ്പോൾ രാത്രിയും പകലും കാണുന്ന ഘാട്ടുകളേക്കാൾ തികച്ചും വ്യത്യസ്തമാർന്നൊരു മുഖമാണ് പ്രഭാതത്തിൽ ഇതിനുള്ളത്. ബോട്ടിംഗ് യാത്രകൾ ആരംഭിക്കുന്നത് അസീഘട്ടിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവസാനിക്കുന്നത് നമോ ഘാട്ട് വരെ പോയിട്ടുമാണ്. അവിടുന്ന് ഒന്നില്ലെങ്കിൽ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെയോ അല്ലെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന മണികർണികയോട് ചേർന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്താണ് നിർത്തിത്തരിക. ഇപ്പോൾ കാണുന്നതാണ് മണികർണിക ഘാട്ട്. ഇക്കാണുന്ന വിറകുകൾ അത്രയും മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ബോട്ടിംഗ് യാത്ര അവസാനിച്ചു.
മണികർണികയ്ക്ക് സമീപമായിട്ടാണ് ഞങ്ങളെ ഇറക്കി തന്നത്. ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു പ്രദേശത്തിന് വന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൃതശരീരങ്ങൾ കത്തിക്കുന്ന മണികർണിക ഘാട്ട് വൃത്തിയാക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ സവാരിക്ക് ശേഷം അവർ രണ്ടുപേരും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ ഒന്നുകൂടി തൊഴാൻ വേണ്ടിയിട്ട് ഓടിക്കയറി. ഞങ്ങൾ പതിയെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ആദ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഗല്ലികളിലൂടെ വീണ്ടും ഒരു യാത്ര ചെയ്തു. അങ്ങനെ ഗല്ലികളിലൂടെ യാത്ര ചെയ്ത് എങ്ങനെയൊക്കെയോ ഞങ്ങൾ പുറത്ത് ചാടി. കുറച്ച് നേരം ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് നമ്മൾ ചെന്നു. അങ്ങനെ ജോയിൻ ചെയ്തു. ഇനി ഞങ്ങൾ BHUവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ടൊന്നും നടന്നൊന്നും കാണാൻ പറ്റിയില്ല. ഒത്തിരി ഏരിയ ഉണ്ട്. കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അതിൽ ഒരു അമ്പലം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതും കൂടി കയറി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മളിതാ നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് പോവാണ്. ഈ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു. ശരിക്കും പാലസൊക്കെ പണിതേക്കണ പോലെയാണ് ഈ ഒരു മന്ദിരം അവിടെ പണിത് വെച്ചിരിക്കുന്നത്. അങ്ങനെ BHU വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന ഓട്ടോയ്ക്ക് തന്നെ തിരിച്ച് വീട്ടിലെത്തി. അവിടെ എത്തിയതും ആൻറ്റി ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അടക്കം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണെന്ന് പറഞ്ഞിട്ട് ആൻറ്റി സമ്മതിച്ചില്ല. വീണ്ടും ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു. അതിനുശേഷം ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് റെഡിയാക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് നിർബന്ധം പറഞ്ഞു. ഞങ്ങളൊരു 11 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ പാക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളും കൂടെ കൂടി, ഞാനും ഷിജിയും കൂടെ കൂടി. ആൻറ്റി എന്തൊക്കെയോ കുറേ റെസിപ്പീസ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വരും വീഡിയോസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കാണാൻ സാധിക്കും. മലയാളത്തിൽ തീരെ ആൻറ്റിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അല്ലെങ്കിലും വർത്താനം പറയാൻ ആഗ്രഹമുള്ള സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭാഷയൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെന്നേ. അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാക്കിംഗ് പരിപാടിയിലോട്ട് കടന്നു. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു. ഏകദേശം ഒരു 12 മണിയായതോടുകൂടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആൻറ്റീനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും ആൻറ്റിക്ക് ചെറിയ രീതിക്ക് സങ്കടമൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. നമ്മുടെ നാട്ടിലേക്കും ആൻറ്റീനെയും കുടുംബത്തിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ വരാമെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഓർമ്മകളും ഒരുപാട് സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വാരണാസി വിടുകയാണ്. അപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ പോകുന്നത് നോക്കിയിരുന്നായിരുന്നു ആൻറ്റി. ശരിക്കും വാരണാസി ഇത്രയും മനോഹരമാക്കിയത് ആ ഒരു കുടുംബമാണ്. ആ ഒരു ആൻറ്റിയും അങ്കിളും ആ വീട്ടിലെ കുട്ടികളും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ യാത്ര ഇത്രയും മനോഹരമായില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊബർ എടുത്ത് വാരണാസി എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിനാണ്. അവിടുന്ന് നമ്മൾ ബസ്സിനാണ് യാത്ര ചെയ്യുന്നത്. ബാംഗ്ലൂർ എത്തിയതും മൊത്തത്തിലൊരു ഓട്ട പ്രദക്ഷിണമായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു വള കാണാതെ, സ്വർണത്തിൻ്റെ വളയായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേജാറടിച്ച്. പക്ഷെ ദൈവഭാഗ്യം എന്ന് പറയട്ടെ,
തിരിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിലൊരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിലെത്തി ഭക്ഷണവും കഴിച്ച് ബസ് നോക്കി നിൽക്കുകയാണ്. ബസ് വന്ന് കയറി കടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ ഇറങ്ങാറായപ്പോഴാണ് ബോധം വന്നത്. അങ്ങനെ അതിമനോഹരമായ വാരണാസി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.